അങ്ങ് ഉള്ളാളം മുതൽ ഭീമാപ്പള്ളി വരെ കേരളത്തിന്റെ ഓരങ്ങളിൽ കിടക്കുന്ന ജാറങ്ങളുടെ എണ്ണം എത്രയാ? എല്ലായിടത്തും ഭണ്ഡാരപ്പെട്ടികളുണ്ട്. ഞാൻ പറയാറുണ്ട്, ഈ മലപ്പുറത്ത് ഏറ്റവും കൂടുതലുള്ളത് ഒമാനൂർ ശുഹദാക്കളുടെ പെട്ടിയാ. എന്താണെന്നറിയില്ല. അങ്ങനെ ഓരോരുത്തരും ഓരോ ഇടത്തും ഓരോ പെട്ടികളുണ്ട്. ഇതിലേക്കൊക്കെ പൈസ കൊടുക്കുന്ന ആൾക്കാരെ കാണല്ലേ ഞങ്ങള്. അപ്പൊ ഞങ്ങൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ ഒടുങ്ങാക്കാട് മക്കാമയിലേക്ക് ബസ്സിൽ നിന്ന് പൈസ എറിയും. ആ പൈസ എടുത്തു കൊടുക്കാൻ പ്രത്യേകം ആളവിടെ ഉണ്ടാവും. അത് മിക്കവാറും ജാറങ്ങളിൽ ഇങ്ങനെ ആളെ നിർത്തിയിട്ടുണ്ടാവും. ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ പണം ഇടുന്നത്? അടുത്തിരിക്കുന്ന സുഹൃത്താണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ പൈസ എറിഞ്ഞു കൊടുത്തത്? അത് ഒരു നേർച്ചുണ്ട്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഒരു പരീക്ഷ ഉണ്ട്, മോൾക്ക് ഗർഭമാണ്, പ്രസവമുണ്ട്, അല്ലെങ്കിൽ വിസക്ക് കൊടുത്തിട്ടുണ്ട്, കിട്ടാനുണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ നാട്ടിൽ ആളുകൾ പണം കൊടുക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ. അസ്സലാമു അലൈക്കും. ഇത് തൗഹീദ് മോക്ഷത്തിന്റെ മാർഗം എന്ന ആ ഒരു വീക്ഷണത്തിലുള്ള ഒരു പ്രഭാഷണത്തിന്റെ ചെറിയൊരു ഭാഗമാണ്. ഇതിൽ കുറച്ച് ഭാഗം കൂടിയുണ്ട്, അതിന്റെ അവസാനത്തിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. നിസ്വാർത്ഥമായിട്ടുള്ള ഇതുപോലെയുള്ള തൗഹീദി വാചകങ്ങൾ കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇപ്പോ ഞാൻ ഇതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം എന്നുള്ള ഉദ്ദേശത്തിൽ നിർത്തിയത്, ഓമാനൂർ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടിയാണ് മലപ്പുറം ഭാഗത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ഓമാനൂർ ശുഹദാക്കൾ എന്ന് പറയുന്ന ആളുകള് അത് ആരാണ്? ബദർ ശുഹദാക്കള്, ഉഹദ് ശുഹദാക്കള്, ഖന്തക് ശുഹദാക്കള്, അതുപോലെയുള്ള ഇസ്ലാമിക പോരാട്ട രംഗത്ത് ധീര ഷഹീദുകളായ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ഷഹാദത്ത് കൈവരിച്ച ധീര ശുഹദാക്കളാണോ? അല്ല. പിന്നെന്താണ്? കുട്ടിമാളു അമ്മ എന്നോ കുഞ്ഞുമാളു അമ്മ എന്നോ പേരുള്ള ഒരു അമ്മാളു അമ്മയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളോട് കച്ചറ കൂടി വെട്ടിക്കീറിയിട്ട വിറകും കൊള്ളി കൊണ്ട് തലമണ്ടക്കടി കൊണ്ട് മരിച്ചു വീണ മൂന്നാളാണ്. കുഞ്ഞാലി കുഞ്ഞുമരക്കാർ മൊഹിയുദ്ദീൻ എന്ന് പേരുള്ള മൂന്നാളുകള്. അതില് ഒന്നൊരു കുട്ടിയാണ്, പ്രായപൂർത്തി പോലും ആകാത്ത ഒരാളാണ് എന്നുള്ളതുമാണ്. ഈ ലോകത്തെ ചില തൽപര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് ശണ്ട കൂടി അവരോട് കച്ചറ കൂടിയിട്ട് തമ്മിൽ തല്ലിയിട്ട് തലക്കടി കൊണ്ട് മരിച്ചവന് ശുഹദാക്കളിൽ പെടുമോ? ഈ ആളുകളുടെ പേരിലാണ് വർഷാവർഷം വെട്ടിവെച്ച് പിരിവെടുത്ത് തേങ്ങാച്ചോറും ഇറച്ചിക്കറിയും വെച്ചുകൊണ്ട് മൗലൂദ് പാരായണം നടത്തിക്കൊണ്ട് ഇങ്ങനെ ഉറൂസും മാമാങ്കവും നേർച്ചയും മറ്റുള്ള കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു കാര്യം ഓർമ്മിപ്പിക്കുക. ഇനിയും ഈ ഒമാനൂർ ശുഹദാക്കള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പച്ച നിറത്തിൽ പെയിന്റ് അടിച്ച് വെള്ള നിറത്തിൽ എഴുതിയിട്ടുള്ള ഒമാനൂർ ശുഹദാക്കളുടെ നേർച്ചപ്പെട്ടി എന്ന് പറയുമ്പോൾ അത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയേണ്ടതാണ്. അതിലേക്ക് നിങ്ങൾ ഇടുന്ന ഓരോ നാണയത്തുട്ടുകളും നിങ്ങളുടെ വിശ്വാസം കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പടച്ച തമ്പുരാനിൽ വിശ്വാസമില്ലാത്ത, പടച്ച തമ്പുരാനിൽ ഒരു വിശ്വാസമില്ലാത്ത ആളുകളാണ് അതിലേക്ക് നാണയത്തൊട്ടുകളും കറൻസി നോട്ടുകളും കുത്തിത്തിരികുന്നതും അവരുടെ മൗലൂദ് പാരായണം ചെയ്യുന്നതും അവരുടെ മൗലൂദ് പാരായണത്തിൽ പോയി മൂക്കുമുട്ടെ വെട്ടി വിഴുങ്ങുന്നതും എന്നുള്ളത് തിരിച്ചറിയുക, മനസ്സിലാക്കുക. തൗഹീദ് അത് മോക്ഷത്തിന്റെ മാർഗമാണ്. ആരുടെയോ മേനിയഴകും അതുപോലെ അവയവ മുഴുപ്പും കണ്ടുകൊണ്ട് മതിമറന്നതിന് വേണ്ടി അടികൂടുകയും അടികൂടി തല്ലുകൊണ്ട് ചത്തൊടുങ്ങുകയും ചെയ്യുന്ന ആളുകള് അവരെ ശുഹദാക്കളെന്നും അവരെ ധീരവീര പുരുഷന്മാരെന്നും വീരകേശരികളെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പാടിപ്പുകഴ്ത്തുന്നത് അത് നിങ്ങളുടെ വിശ്വാസമില്ലായ്മ കൊണ്ട് തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ആ പ്രഭാഷണത്തിന്റെ ബാക്കി കൂടി നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ചോദിക്കാറുണ്ട്, പ്രിയപ്പെട്ടവരെ, അള്ളാഹ് എന്താ ഇവര് മനസ്സിലാക്കിയത്? അള്ളാഹുവിനെ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഇങ്ങനെ പൈസ കൊണ്ട് കൊടുത്തിട്ട് പരീക്ഷ ജയിപ്പിക്കാനും രോഗം മാറ്റുവാനും പ്രസവം എളുപ്പമാക്കാനും വിസ ലഭ്യമാക്കാനും കൈക്കൂലി കൊടുക്കുന്ന വ്യക്തിത്വമായിട്ടോ? ഇങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാമിലുണ്ടോ? ഇസ്ലാമിലെ നേർച്ചുണ്ട്. ഇസ്ലാമിലെ നേർച്ചെന്താ? ഒരു പുണ്യകർമ്മത്തെ നിർബന്ധമാക്കി നിശ്ചയിക്കുക. അത് ജാറങ്ങളിൽ പോയിട്ട് പൈസ ഇടലൊന്നുമല്ല. ഞാൻ ചോദിക്കാറുണ്ട്, ഞാനൊരു പാവപ്പെട്ടവനാണെന്ന് വിചാരിക്ക്, എന്റെ കയ്യിൽ എറിഞ്ഞു കൊടുക്കാനുള്ള നാണയത്തുട്ടുകളില്ല, എന്റെ കയ്യിൽ ഭണ്ഡാരപ്പെട്ടികളിടാനുള്ള പൈസ ഇല്ല, ഞാനൊരു ദരിദ്രനായി പോയി എന്നതുകൊണ്ട് എനിക്ക് ആഗ്രഹങ്ങളില്ലാതില്ല. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്റെ രോഗം മാറണം, എന്റെ ദാമ്പത്യത്തിൽ കുട്ടികളെ കിട്ടണം, എഴുതാൻ പോകുന്ന പരീക്ഷ ജയിക്കണം, എന്റെ അടുത്ത ബന്ധുക്കളുടെയോ എന്റെ സ്ത്രീകളുടെയോ പ്രസവങ്ങൾ എളുപ്പമാകണം, ഞാൻ സഞ്ചരിക്കുന്ന യാത്രാവാഹനം അപകടം കൂടാതെ ലക്ഷ്യസ്ഥാനത്തെത്തണം,
കൊടുക്കാൻ പണമില്ലാത്തതിന്റെ പേരില്, എറിഞ്ഞു കൊടുക്കാൻ നാണയത്തൊട്ടില്ലാത്തതിന്റെ പേരില് എന്റെ രോഗം മാറ്റിത്തരില്ലേ പടച്ചോൻ? ഞാൻ എഴുതാൻ പോകുന്ന പരീക്ഷ ജയിപ്പിക്കില്ലേ പടച്ചോൻ? എനിക്ക് വന്ന അസുഖം മാറ്റി തരില്ലേ പടച്ചോൻ? ഭണ്ഡാരപ്പെട്ടികളിൽ പൈസ ഇടുന്നവന്റെ മാത്രം രോഗം മാറ്റുന്നൊരു പടച്ചോൻ ലോകത്തുണ്ടോ? നേർച്ചക്കുറ്റികളിൽ നാണയത്തൊട്ടിട്ടാൽ മാത്രം പരീക്ഷ ജയിപ്പിക്കുന്ന ഒരു പടച്ചോൻ ലോകത്തുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത് പരിചയപ്പെടുത്തിയത് ചൂഷകവർഗമാണ്. അങ്ങനൊരു പടച്ചോൻ ലോകത്തില്ല. പണം കൊടുത്താൽ മാത്രം നിങ്ങളുടെ രോഗം മാറ്റുന്ന, പൈസ കൊടുത്താൽ മാത്രം നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു പടച്ചോൻ ലോകത്തില്ല. അള്ളാഹുവിനെ ഖുർആൻ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയത് അർ-റഹ്മാൻ, അവൻ പരമകാരുണികനാണ് എന്നാണ്. നിങ്ങൾ അല്ലാഹ് ഉണ്ട് എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞാലും, നിങ്ങൾ ദാനം കൊടുത്താലും ദാനം കൊടുത്തിട്ടില്ലെങ്കിലും, നിങ്ങൾ നേർച്ചക്കുറ്റിയിൽ പൈസ ഇട്ടാലും പൈസ ഇട്ടിട്ടില്ലെങ്കിലും, അവൻ പരമകാരുണികനാണ്. അവൻ നിങ്ങളോട് ദയയുള്ളവനാണ്. ഒരു ദിവസം 25,920 പ്രാവശ്യം നിങ്ങൾ ശ്വസിക്കുന്ന വായു ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചത് അവനാണ്. ആ പടച്ചവന് പൈസ കൊടുത്ത് പ്രീതിപ്പെടുത്താൻ നോക്കണ്ട. ഇങ്ങനെ ഒരു ഏർപ്പാട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല. ഒരൊറ്റ സഹാബികളും ജാറങ്ങളിലോ മക്കാമകളിലോ പൈസ ഇടുന്ന ഏർപ്പാട് പഠിപ്പിച്ചിട്ടില്ല. ഇത് ചൂഷണമാണ്. ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ആരെങ്കിലും അള്ളാഹുവിന് പുറമെയുള്ള ആളുകൾ എന്റെ രോഗം മാറ്റുമെന്നോ എന്റെ ദുരിതം നീക്കുവാനോ എന്റെ പ്രയാസം മാറ്റുവാനോ അവരൊക്കെ ഇടപെടുമെന്ന് വിശ്വസിക്കുന്നവർ അവൻ ആകാശത്തിൽ നിന്ന് വീണവനെ പോലെയാണ്. അവനെ കാറ്റ് വഹിച്ചു കൊണ്ടുപോകും, പക്ഷി റാഞ്ചിക്കൊണ്ടുപോകും. എവിടെയാ പോയി വീഴാന്ന് പറയാൻ പറ്റില്ല. ഏത് സാമിന്റെ അടുത്താ, ഏത് കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രത്തിലാ, ഏത് ജാറത്തിലാ, ഏത് തങ്ങളെടുത്താ, ഏത് ബീവിന്റെ അടുത്താ, ഏത് നഗ്നപൂജക്കാണ് ചെന്ന് പെടേണ്ടി വരിക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നഗ്നപൂജക്ക് ഒരു പെണ്ണ് തയ്യാറാകുന്നുണ്ടെങ്കിൽ അവൾ അന്ധവിശ്വാസിയാണ്. ജാറങ്ങളിലും മക്കാമകളിലും പണമിട്ടും ജീവിച്ചിരിക്കുന്ന തങ്ങളടുത്തേക്കും ഔലിയാക്കളടുത്തേക്കും പോയി മാനം നഷ്ടപ്പെടുന്ന പെണ്ണുങ്ങൾ എത്രയാ? സ്വർണവും പണവും നഷ്ടപ്പെടുന്നവരെത്രയാ? ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. എണ്ണിയാൽ തീരാത്തത്ര ചൂഷണങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. കാരണം വിശ്വാസത്തിന്റെ മേഖലയിൽ അവർ അള്ളാഹുവിൽ നിന്ന് പിടുത്തമിട്ടവരാണ്. നോക്കൂ നിങ്ങൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവന്റെ വിശ്വാസം, എനിക്കൊരു തലവേദന വന്നു, എനിക്കൊരു ദുരിതം വന്നു, എനിക്കൊരു പ്രയാസം വന്നു, ഓരോ 5 വഖത്ത് നമസ്കാര ശേഷവും ഞാൻ പറയുന്നത് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, പടച്ചവനെ നീ തന്ന പ്രയാസം, നീ തന്ന ദുരിതം നീക്കാൻ ആരുമില്ല, നീ തന്ന സുഖം മാറ്റാൻ ആരുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തന്നത് തടയുവാനോ നീ തടഞ്ഞു വെച്ചത് നൽകാനോ ലോകത്താരുമില്ല. അവന് സ്വസ്ഥാണ്. അവന് പറയേണ്ടവനോട് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ സമാധാനമായിട്ടിരിക്കാം. മറ്റോൻ എത്ര ആൾക്കാരാ മടവൂര് പോയി വന്നു, പ്രശ്നം പരിഹരിച്ചില്ല. മമ്പറത്ത് പോയി വന്നു, പ്രശ്നം പരിഹരിച്ചില്ല. പുത്തമ്പള്ളി പോയി വന്നു, പ്രശ്നം പരിഹരിച്ചില്ല. പിന്നെ ഉത്തരേന്ത്യയിലേക്ക് ഒരു സിയാറത്ത് ടൂറാണ്. ആരാ പരിഹരിക്കാൻ അറിയില്ലല്ലോ. ഏർവാടയിൽ 100 കണക്കിന് ജാറുണ്ട്. അവരാരെങ്കിലും പരിഹരിച്ചാലോ? അങ്ങനെ പണം പോകുന്നു, മാനം പോകുന്നു, ജീവിതം പോകുന്നു, സമയം പോകുന്നു. നഷ്ടങ്ങൾ മാത്രമായിരിക്കും പ്രിയപ്പെട്ടവരെ തൗഹീദിൽ നിന്ന് പിടുത്തമിട്ടാലുണ്ടാകുക.